والذين هم للزكاة فاعلون. മുഅ്മിനീങ്ങൾ, അത് വിജയം പ്രാപിച്ച മുഅ്മിനീങ്ങൾ സക്കാത്ത് നൽകുന്നവരാണ്. ആത്മീയവും ഭൗതികവുമായ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളെ പടിപടിയായുള്ള ഉയർച്ചയെക്കുറിച്ചാണ് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം എഴുതി വരുന്നത്. ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ തുടക്കത്തിലെ മനുഷ്യൻ എന്തോ ആവുന്നു എന്ന് പറയുകയും പിന്നെ ഇന്ന് നേരെ തിരിച്ചുള്ള അവസ്ഥ, അത് നമ്മൾ ഓരോ പടിപടിയായിട്ട് ഇത് രണ്ടും പരസ്പര വൈരുദ്ധ്യമല്ല. ഇന്നലെ നമ്മൾ പറഞ്ഞത് അതിന്റെ തുടക്കം മൂലം ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതാണ്. മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോൾ സംസാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് പടിപടിയായിട്ട് അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ് മസീഹ് ചർച്ച ചെയ്യുന്നത്. മറ്റൊരു സംഗതി ഇന്നലെ നമ്മൾ സംസാരിച്ച 6 ഘടകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതേ 6 ഘടകങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളാണ് ഇതിനകത്ത് വിവരിച്ചിട്ടുള്ളത്. അതിനിപ്പം പ്രാവർത്തിക രൂപത്തിലുള്ള ഒരു പ്രധാന ഘടകം ഇന്നലെ എൽമിയായിട്ടുള്ള വൈജ്ഞാനിക രംഗത്ത് കാണുന്ന ചില കാര്യങ്ങളാണ് അത് പറഞ്ഞെങ്കിൽ, അതിന്റെ പ്രാക്ടിക്കൽ രംഗത്ത് കാണുന്ന കാര്യങ്ങളെ കുറിച്ചാണ് മസീഹ് ചർച്ച ചെയ്യുന്നത്. വാസ്തവത്തിൽ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു തന്റെ ഗ്രന്ഥത്തിൽ ഇതേ ആയത്താണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇവിടുന്നാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത്. അത് വളരെ വൈഡ് വിഷയമാണ്. പക്ഷെ അതിന്റെ നമ്മുടെ നിത്യജീവിതത്തിൽ സാധാ മനുഷ്യനെ കുറിച്ച് അവന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ അവൻ എങ്ങനെ കയറി വരാം എന്നുള്ളതിനെ കുറിച്ചാണ് മസീഹ് ചർച്ച ചെയ്യുന്നത്. അതിലെ പ്രാരംഭ ദശ പിന്നെ മനുഷ്യനെ രേതസ്കണം, ഭൗതികമായ സൃഷ്ടിപ്പിൽ, ആത്മീയമായ സൃഷ്ടിപ്പിൽ, നമസ്കാരത്തിലും അള്ളാഹുവിന്റെ സ്മരണയിലും വിതുമ്പുന്ന തേങ്ങുന്ന അവസ്ഥ. രണ്ടാമത്തെ ഘട്ടം ആത്മീയമായ സൃഷ്ടിപ്പിൽ പിന്നെ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അപ്പോൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക. ഭൗതികമായ സൃഷ്ടിപ്പിൽ രേതസ്കണത്തിൽ നിന്ന് രക്തപിണ്ഡമായി മാറുന്നു, അതായത് ഗർഭാശയവുമായിട്ട് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിതമാകുന്നു. റഹീമായ അള്ളാഹുമായിട്ട് അപ്പുറത്ത് ബന്ധം സ്ഥാപിതമാകുന്നതുപോലെ തന്നെ റിഹമ് അഥവാ ഗർഭാശയമായിട്ട് ഇതിനിപ്പുറത്ത് ബന്ധം സ്ഥാപിതമാകുന്നു. രേതസ്കണം പാഴായി പോകുന്നതിൽ നിന്ന് നഷ്ടപ്പെടുന്നത് പോലെ തേങ്ങലും വിതുമ്പലും പാഴായി പോകാത്ത വിധത്തിൽ അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം വളരെ നേരിയതാണെങ്കിലും ഒരു ബന്ധം സ്ഥാപിതമാകുന്നു. മൂന്നാമത്തെ ഘട്ടം രക്തപിണ്ഡത്തിൽ നിന്ന് മാംസപിണ്ഡമായി മാറുന്ന അവസ്ഥയാണ്. രക്തപിണ്ഡം മാംസപിണ്ഡമായി മാറുമ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങളും ഇനി ആത്മീയമായിട്ടുള്ള സൃഷ്ടിപ്പിൽ ഒരാള് സക്കാത്ത് നൽകുന്ന അവസ്ഥയാണ്. അത് രണ്ടും തമ്മിലുള്ള താരതമ്യം ചെയ്തുകൊണ്ട് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്. और जिस्मानी वजूद के तीसरे दर्जे के मुकाबिल पर रूहानी वजूद का तीसरा दर्जा वाक़या हुआ है. ഭൗതികമായ മനുഷ്യന്റെ സൃഷ്ടിപ്പിലെ മൂന്നാമത്തെ ഘട്ടത്തിന് നേരെ അഭിമുഖമായി തന്നെ മറ്റ് മനുഷ്യന്റെ ആത്മീയമായിട്ടുള്ള സൃഷ്ടിപ്പിനെയും അള്ളാഹു ഖുർആനിൽ എടുത്തു വെച്ചിട്ടുണ്ട്. और उसकी तफसील यह है कि जिस्मानी वजूद का तीसरा मर्तबा यह है कि जो आयत में बयान फरमाया गया है कि फलഖന ലഖത മുളുക, അതായത് പിന്നെ അതിന്റെ പിന്നെ വിശദീകരണം എന്തെന്ന് വെച്ചാൽ മൂന്നാമത്തെ പിന്നെ ഘട്ടമായിട്ട് അള്ളാഹു സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്തിൽ വിവരിച്ചത് ഫഖലഖന ലഖത മുളുക എന്നാണ്. यानी फिर बाद उसके हमने अलका को बोटी बनाया, അതായത് പിന്നെ ഈ അലക രക്തപിണ്ഡം എന്നുള്ള ആ ഘട്ടത്തിൽ നിന്ന് നാം അതിനെ മാംസമാക്കി, മാംസ കഷ്ണമാക്കി മാറ്റി. ये वो मर्तबा है जिसमें वजूद जिस्मानी इंसान के नापाकी से बाहर आ जाता है. ഈ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ മനുഷ്യന്റെ ശാരീരികമായിട്ടുള്ള അവന്റെ അവസ്ഥക്ക് വരുന്ന മാറ്റം, പിന്നെ അവനുണ്ടാകുന്ന എല്ലാവിധത്തിലുള്ള അവിശുദ്ധമായിട്ടുള്ള അവസ്ഥകളിൽ നിന്നും അവൻ പുറത്തേക്ക് വരുന്നു. രക്തത്തിന്റെയും രഥസ്കണത്തിന്റെയും അവിശുദ്ധമായ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വന്ന് മാംസം പരിശുദ്ധമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. और पहले से उसमें किसी कदर शिद्दत और सलाबत भी पैदा हो जाती है. മുമ്പുണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് അതിൽ താരതമ്യേന കാഠിന്യവും അതേപോലെ തന്നെ ഉറച്ച ഒരു നിലയും അതിൽ ഗാഠമായിട്ടുള്ള ഒരവസ്ഥയും അതിനകത്ത് ഉണ്ടായിത്തീരുന്നു. क्योंकि नुत्फा और खून से जमा हुआ जो अलका है वो दोनों एक नजासत खफीफा अपने अंदर रखते हैं. കാരണം രേതസ്കണമായാലും അതല്ല രക്തപിണ്ഡമായാലും രണ്ടും പിന്നെ അവിശുദ്ധമായിട്ടുള്ള ഒരു വളരെ നേരിയ പിന്നെ അവിശുദ്ധി അതിനകത്ത് നിലകൊള്ളുന്നു. और अपने कवाम के रूह से भी बनिस्बत मुद्गा से नरम और रकीक है.
മാംസപിണ്ഡമായി തീരുമ്പോൾ ഉണ്ടാകുന്നതിനെ അപേക്ഷിച്ച് മുമ്പുള്ള 2 ഘട്ടങ്ങളിലും അത് തന്റെ ശക്തിയിലും അതിന്റെ കട്ടിയിലും അതിൽ വളരെയധികം നേർമയുള്ളതായിട്ട് നാം കാണുന്നു. मगर मुलगा जो एक गोश्त का टुकड़ा होता है वो पाक हालत अपने अंदर पैदा कर लेता है. എന്നാൽ മുലുക എന്ന അവസ്ഥ, മാംസപിണ്ഡം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് മാംസത്തിന്റെ ഒരു കഷ്ണമായി മാറുകയും അതിൽ ഒരു വിധത്തിലുള്ള പരിശുദ്ധി കൈവരിക്കുകയും ചെയ്യുന്നു. और बनिस्बत नुत्फा और अलक़ के कवाम में भी एक हद तक सख्ती पैदा कर लेता है. നുത്ഫയുടെയും അലക്കയുടെയും, അതായത് രേതസ്കണത്തിന്റെയും രക്തപിണ്ഡത്തിന്റെയും അവസ്ഥയിൽ നിന്ന് അതിനെ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ സഖ്തി അഥവാ കാഠിന്യം അതിൽ ഉണ്ടായി വരുന്നു. യഹി ഹാലത്ത് റുഹാനി വജൂദ് തീസരെ ദർജയ്ക്ക്, ഇത് തന്നെയാണ് ആത്മീയ അവസ്ഥയിൽ മനുഷ്യന്റെ പരിണാമഘട്ടത്തിൽ മൂന്നാമത്തെ ഘട്ടത്തിനുള്ളത്. ആ റുഹാനി വജൂദ് കാ തീസര ദർജ വോ ഹെ ജോ ആയത്ത് में बयान फरमाया गया कि वल्लदीन हुम ലിസ്സകാത്തി ഫാഇലൂൻ. ആത്മീയമായിട്ടുള്ള അവസ്ഥ വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിൽ വിവരിച്ചിട്ടുള്ള, അതിന് തുടർന്നുള്ള ആയത്തിൽ വിവരിച്ചിട്ടുള്ള ലിസ്സകാത്തി ഫാഇലൂൻ എന്നുള്ള ആയത്താണ്. इस आयत के माने ये कि मोमिन के जो पहली 2 हालतों से बढ़कर कदम रखता है. ഇതിന്റെ അർത്ഥം മോമിൻ നേരത്തെ ഉണ്ടായിരുന്ന 2 ഘട്ടങ്ങളെ മറികടന്നുകൊണ്ട് മുമ്പോട്ട് പാദങ്ങൾ വെക്കുന്നു. और सिर्फ बेहुदा और लव बातों से ही किनारा कश नहीं होता, बल्कि बुखल की पलीदगी को दूर करने के लिए जो तबन हर एक इंसान के अंदर होती है ज़कात भी देता है. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന് മാത്രമല്ല, മറിച്ച് പിശുക്കിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും വിദൂരനായിക്കൊണ്ട്, അത് മനുഷ്യന്റെ പ്രകൃതത്തിൽ തന്നെ ഉള്ളതാണ് പിശുക്ക് എന്നുള്ളത്, അതിൽ നിന്ന് വിദൂരനായിക്കൊണ്ട് അവൻ സക്കാത്ത് നൽകാൻ ആരംഭിക്കുന്നു. यानी खुदा की राह में एक हिस्सा अपना माल का खर्च करता है. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ സ്വത്തിന്റെ ഒരു ഭാഗം, ധനത്തിന്റെ ഒരു ഭാഗം അവൻ ചെലവഴിക്കുന്നു. ज़कात का नाम इसलिए ज़कात के इंसान उसकी बजावरी से यानी अपने पाक माल को जो उसको बहुत प्यारा है लिल्ला देने से बुखल की पलीदगी से पाक हो जाता है. ज़कात എന്നതിന്റെ അർത്ഥം, അതിനെ മനുഷ്യൻ സക്കാത്ത് എന്നുള്ള പേര് അതിന് നൽകാനുണ്ടായ കാരണം, മനുഷ്യൻ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവന്റെ പരിശുദ്ധമായിട്ടുള്ള സ്വത്ത് അതിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടിയിട്ട് അവൻ അല്പം ഒഴിവാക്കിക്കൊണ്ട് തന്റെ അത് നൽകിക്കൊണ്ട് അവനെ അതിൽ നിന്ന് വിശുദ്ധനായി തീരുന്നു എന്നുള്ളതാണ്. അതായത് സക്കാത്ത് എന്നുള്ള വാക്കിനർത്ഥം പരിശുദ്ധീകരിക്കുക എന്നാണ്. അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം സ്വത്തിന്റെ ആ വിശുദ്ധിയിൽ നിന്ന് അവന്റെ കൂടെ നിൽക്കുന്നതിന് അവൻ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. और जब बुखल की पलीदगी से जिस इंसान की तबन ताल्लुक होता है, इंसान अंदर से निकल जाता है. മനുഷ്യന് പ്രകൃതിദത്തമായി തന്നെ അവന് ബുഖൽ അഥവാ പിശുക്ക് എന്നുള്ള ഒരു അവസ്ഥ അവനിലുണ്ട്. അതിൽ നിന്ന്, അതിന്റെ അവിശുദ്ധിയിൽ നിന്ന് അവൻ പുറത്തേക്ക് കിടക്കുന്നു സക്കാത്ത് നൽകുന്ന അവസ്ഥയിൽ. तो किसी हद तक पाक बनकर खुदा से जो अपनी जात में पाक है वो मुनासिबत पैदा कर लेता है. ഒരു പരിധി വരെ അവൻ പരിശുദ്ധനായിക്കൊണ്ട്, അതായത് അള്ളാഹു സ്വയം പരിശുദ്ധനാണ്, ആ പരിശുദ്ധനായിട്ടുള്ള അള്ളാഹുമായിട്ട് അവനിൽ ഒരു താദാത്മ്യം അവൻ സ്ഥാപിക്കണം. അതായത് തന്റെ സ്വത്ത് മറ്റുള്ളവർക്ക്, താൻ ഇഷ്ടപ്പെട്ട സ്വത്ത് മറ്റുള്ളവർ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിൽ നിന്ന് അവന് പിശുക്ക് എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അവൻ പുറത്തേക്ക് വരുന്നതിന് പരിശുദ്ധനാവണം. ഈ പരിശുദ്ധനാകുന്നതോടുകൂടി അള്ളാഹു പരിശുദ്ധനാണ്. ആ പരിശുദ്ധനായ അള്ളാഹുമായിട്ട് താദാത്മ്യം പ്രാപിക്കുന്നു, അതിനോടൊരു അനുഗുണനായി അവൻ തീരുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മസീഹ് അലൈഹിസ്സലാത്തു തന്റെ ഒരു പദ്യമാണ് എഴുതിയിട്ടുള്ളത്. कोई उस पाक से जो दिल लगावे करे पाक अपने आप को, करे पाक आपको तब उसको पावे. പരിശുദ്ധനായ ആ അള്ളാഹുമായിട്ട് ആരെങ്കിലും ഹൃദയം ബന്ധിക്കുവാൻ, ഹൃദയബന്ധം പുലർത്തുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കരേ പാക്ക്, അവൻ സ്വയം പരിശുദ്ധനാവട്ടെ. ആപ്പ് തബ് ഉസ്കോ പാവേ, സ്വയത്തെ പരിശുദ്ധീകരിക്കുന്നുവെങ്കിൽ മാത്രമാണ് അവനെ കണ്ടെത്താൻ സാധിക്കുക. മസീഹ് പദ്യം പറയുന്നത്, തന്റെ പരിശുദ്ധനായ അള്ളാഹുമായിട്ട് ഒരാൾക്ക് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ആ പരിശുദ്ധനായ അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഒരു മാർഗമായ പിശുക്കിൽ നിന്ന് വിദൂരനായി അവൻ തന്നെ പരിശുദ്ധനാകട്ടെ, എങ്കിൽ മാത്രമാണ് അവനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് ലഭ്യമാകുന്നത്. और ये मर्तबा पहली 2 हालतों में नहीं पाया जाता. ഈ ഒരു അവസ്ഥ നേരത്തെ പറഞ്ഞ 2 അവസ്ഥകളിലും ഉണ്ടാകുന്നില്ല. क्योंकि सिर्फ खुशू और इज्जो नियाज सिर्फ लव बातों से तरक करना ऐसे इंसान से भी हो सकता है जिसमें उनूस बुखल की पलीदगी मौजूद है. കാരണം ഖുശൂ ഹുദു എന്നുള്ള അവസ്ഥ, അതായത് തേങ്ങലും വിതുമ്പലും അള്ളാഹുവിന്റെ സ്മരണയിൽ കരയുക എന്നുള്ളതും, അതേപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതും പിശുക്കിന്റെ സ്വഭാവമുള്ള ആളുകളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്.
അതവന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ അവൻ ഇതൊക്കെ ഉണ്ടെങ്കിലും അവന് പിന്നെ തന്റെ സ്വത്ത് വേറൊരാൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ അവന് പിന്നെ പേടിയുണ്ടാവും. അത് ആ ഫിസിക്കൽ അവൻ നിലകൊള്ളും, അത് കൊടുക്കാൻ അവൻ തയ്യാറാവുകയില്ല. लेकिन जब इंसान खुदा ताला के लिए अपने माल अजीज को तर्क करता है जिस पर उसकी जिंदगी का दारोमदार माशरत का इंतजार है, जो मेहनत और तकलीफ और रेजी से कमाया गया है, तब बुखल की पलेदगी उसके अंदर से निकल जाती है. എന്നാൽ മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി തന്റെ ഇഷ്ടപ്പെട്ട പിന്നെ ധനം ഒഴിവാക്കുകയും അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനവും ജീവിതം നിലകൊള്ളുന്നു എന്നുള്ള ഒന്ന് സംഗതിയാണെന്ന് അവൻ കരുതുകയും ചെയ്യുന്ന ഒന്നിനെ, അതും താൻ കഷ്ടപ്പെട്ട് പിന്നെ അധ്വാനിച്ചുണ്ടാക്കി തന്റെ വിയർപ്പൊലിച്ചുണ്ടാക്കിയ ആ സ്വത്ത്, അവൻ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തിനെ അവൻ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുമ്പോഴാണ് ഫിസിക് എന്നുള്ള ആ അവിശുദ്ധിയിൽ നിന്ന് അവൻ പുറത്തേക്ക് വരുന്നത്. और उसके साथ ही ईमान में भी एक शुद्धता और सलाबत पैदा हो जाती है. അങ്ങനെ അവൻ അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, ആ ഇഷ്ടപ്പെട്ട സ്വത്ത് ചെലവഴിച്ച് ആ അവിശുദ്ധിയിൽ നിന്ന് അവൻ പുറത്തേക്ക് വരുമ്പോൾ അവന്റെ ഈമാനിൽ ശിദ്ദത്ത്, കാഠിന്യവും സലാബത്ത്, ഗാഠതയും ഒരു ഗാഠതയും അവന് പിന്നെ അതിൽ സൃഷ്ടിക്കപ്പെടുന്നു. और दोनों हालतें मज़कूरा बाला जो पहले उससे होती है उनसे पाकीज़गी हासिल नहीं होती, बल्कि एक छुपी हुई पलीदी उनके अंदर रहती है. മുമ്പ് പറഞ്ഞ രണ്ട് അവസ്ഥയിലും അവന് പൂർണ്ണമായിട്ടും വിശുദ്ധനാവാൻ സാധിക്കുന്നില്ല. ഗുപ്തമായിട്ട് അതിൽ മറഞ്ഞു കിടക്കുന്ന ഒരു അവിശുദ്ധി അതിനകത്തുണ്ടാവുന്നു. അതിൽ നിന്ന് അവൻ ഈ സമയത്ത് സുരക്ഷിതനാവുന്നു. उसमें हिकमत यही है कि लग़वियात से मुंह फेरने सिर्फ तरक शर है और शर भी ऐसी जिसकी जिंदगी और बका के लिए कुछ जरूरत नहीं. അതായത് ഒരു പിന്നെ ലഘുവായ കാര്യങ്ങളിൽ നിന്ന് മാറുക എന്നുള്ളത് തീയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് ചീത്ത കാര്യങ്ങളിൽ വിട്ടു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കുന്നുണ്ടാവുന്നത്. അതും അവന്റെ നിലനിൽപ്പിന് ആവശ്യമായ യാതൊരു കാര്യമല്ല. വിട്ടു നിൽക്കുന്ന കാര്യം അവന്റെ ജീവിതത്തിനാണ് അത്യാവശ്യമുള്ള കാര്യമല്ല. ആ അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ നിന്നല്ല അവൻ വിട്ടു നിൽക്കുന്നത്. അവന് തർക്കേശ്വർ തിന്മ വിട്ടു നിൽക്കുന്നു, തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. लेकिन अपना मेहनत से कमाया हुआ माल जो महज खुदा की खुशनुदी के लिए देना ये कस्बे खैर. എന്നാൽ സ്വന്തം അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്വത്ത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം നൽകുക എന്നുള്ളത് കസബെ ഖൈർ, നന്മ സമ്പാദിക്കലാണ്. ഇതുവരെ കയ്യിലുള്ള തിന്മയെ വിട്ടു നിൽക്കലാണ്. അത് അവന്റെ ജീവിതത്തിന് അത്യാവശ്യം, അത് അവന്റെ കൂടെ കൊണ്ടു നടക്കുന്ന നിർബന്ധം അവനില്ല. പക്ഷെ അതേ സമയത്ത് അവന്റെ കൂടെ കൊണ്ട് നടക്കണമെന്ന് അവന് നിർബന്ധമുള്ള സ്വത്തിനെ കൊടുക്കുമ്പോൾ ആ നന്മ അവൻ സ്വയം അധ്വാനിച്ച് സമ്പാദിക്കാൻ, മറ്റത് അധ്വാനിക്കാതെ മേത്തുള്ള സാധനത്തിന് ഒഴിവാക്കലാണ്. ഇപ്പൊ അധ്വാനിച്ചിട്ട് മറ്റൊരു കാര്യത്തെ നേടിയെടുക്കലാണ്. जिससे वो नफ्स की नापाकी जो सब नापाकियों से बदतर है यानी बुखल दूर हो जाती है. അതുകൊണ്ട് അവന് ലഭിക്കുന്നത് നഫ്സിന്റെ അവിശുദ്ധത, അതായത് എല്ലാ അവിശുദ്ധതയെക്കാളും വൃത്തികെട്ട അവിശുദ്ധതയാണ്. അതിൽ നിന്നാണ് അവനെ തന്നെ സുരക്ഷിതമാക്കുന്നത്, അതിൽ നിന്ന് വിദൂരനാകുന്നത്. ലിഹാസ ये ईमानी हालत का तीसरा दर्जा है जो पहले दो दर्जों से अशरफ और अफजल है. ചുരുക്കത്തിൽ ഇത് ഈമാനിയായിട്ടുള്ള വിശ്വാസിയുടെ പ്രയാണത്തിൽ അവന് മൂന്നാമത്തെ ഘട്ടത്തിലാണ് അവനിത് സംസിദ്ധമാകുന്നത്. അത് മുമ്പത്തെ രണ്ടവസ്ഥകളെക്കാൾ കൂടുതൽ ഉത്കൃഷ്ടവും അതേപോലെ തന്നെ അഫ്സൽ അഥവാ പിന്നെ മഹത്വമുള്ളതും ആകുന്നു, ശ്രേഷ്ഠവുമാകുന്നു. और उसके मुकाबिल पर जिस्मानी वजूद के तैयार होने में मुज़गा का दर्जा है. അതിന് നേരെ അഭിമുഖമായി വെച്ചിട്ടുള്ളത് ശാരീരികമായ വളർച്ചയിൽ മുളുക എന്നുള്ള അവസ്ഥയാണ്. മുളുകയുടെ അവസ്ഥയിൽ ആദ്യത്തെ രണ്ടവസ്ഥയിൽ നിന്നും പിന്നെ അതിൽ അല്പസ്വല്പം അവിശുദ്ധിയുടെ കലർപ്പുകൾ ഉണ്ടായിരിക്കും. ആ കലർപ്പുകളിൽ നിന്ന് അവൻ വിമുക്തമാകുന്നു. അതേപോലെ തന്നെ രഹമിൽ പിന്നെ അവന് നേരത്തെ ഉണ്ടായിരുന്ന, അതായത് ഗർഭാശയത്തിൽ അവന് നേരത്തെ ഉണ്ടായിരുന്ന ബന്ധത്തെ കൂടുതൽ സുദൃഢമാക്കിയാണ് മാംസപിണ്ഡമായി മാറുമ്പോൾ ചെയ്യുന്നത്. രക്തപിണ്ഡമാകുമ്പോഴും അതിന് പിന്നെ കലങ്ങി പോകാനോ അതല്ലെങ്കിൽ നശിച്ചു പോകാനോ ഗർഭം അലസുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേസമയത്ത് അത് മാംസപിണ്ഡമാകുമ്പോൾ ആ സാധ്യതകൾ അതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് ആ സാധ്യതകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അത് അവിടെ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥയും ശിദ്ധത്താർ സലാബത്ത് ബി ജാതാവത്തി, അതിന് കാഠിന്യവും അതിനോടുള്ള ഗാഠമായിട്ടുള്ള ബന്ധവും കൂടുതൽ സുദൃഢമാകുന്നു. ഇതേപോലെ തന്നെ അവൻ സക്കാത്ത് നൽകുമ്പോൾ അവന്റെ അള്ളാഹുമായിട്ടുള്ള ബന്ധം പഴയതിനെ അപേക്ഷിച്ച് കൂടുതൽ സുദൃഢമായി തീരുകയാണ് ചെയ്യുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ്.